എല്ലാവർക്കും നമസ്കാരം. അനേകം ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു സവിശേഷ ആയുർവേദ ലേഹ്യമാണ് മദനകാമേശ്വരി ലേഹ്യം. അശ്വഗന്ധ, ശതാവരി, കറുത്ത എള്ള്, തേൻ, നെയ്യ്, പഞ്ചസാര എന്നിവയ്ക്ക് പുറമെ കസ്തൂരി, ജാതിപത്രി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. വാതദോഷങ്ങളെ ശമിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ്. കായികാധ്വാനം ചെയ്യുന്നവർക്കും ശാരീരികമായി തളർച്ച അനുഭവിക്കുന്നവർക്കും ഇത് മികച്ച ഒരു ടോണിക്കായി പ്രവർത്തിക്കുന്നു. മദനകാമേശ്വരി ലേഹ്യത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ഉപയോഗരീതിയും നോക്കാം. ശാരീരികവും മാനസികവുമായ തളർച്ചകൾക്ക് മദനകാമേശ്വരി ലേഹ്യം ഒരു ശാശ്വത പരിഹാരമാണ്. പുരുഷന്മാരിലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ഉദ്ധാരണ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശുക്ലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. അമിതമായി മെലിഞ്ഞ ശരീരമുള്ളവർക്കും പേശികൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്കും ശരീരപുഷ്ടി നൽകാൻ ഈ ലേഹ്യം നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അമുക്കുരം പോലുള്ള ഘടകങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം നൽകാനും സഹായിക്കുന്നു. ശാരീരികമായ ഓജസ് വർദ്ധിപ്പിക്കുന്നത് വഴി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ശരീരത്തിന് ലഭിക്കുന്നു. ശുക്ലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ബീജങ്ങളുടെ ചലനശേഷി കൂട്ടാനും ഈ ലേഹ്യം പതിവായി ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. ശാരീരികമായി അധ്വാനം ചെയ്യുന്നവർക്ക് പേശികൾക്ക് കരുത്ത് ലഭിക്കാൻ ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കാവുന്നതാണ്. സാധാരണയായി ഭക്ഷണത്തിന് ശേഷം ഒരു ചെറിയ സ്പൂൺ ലേഹ്യം കഴിക്കുകയും അതിനുശേഷം ഒരു ഗ്ലാസ് ചൂടുപാൽ കുടിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. വിട്ടുമാറാത്ത ക്ഷീണം, വിളർച്ച, തലകറക്കം എന്നിവ ഉള്ളവർക്ക് ഈ ലേഹ്യം ഉന്മേഷം നൽകും. നടുവേദന, സന്ധിവേദന തുടങ്ങിയ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഇതിലെ ഔഷധക്കൂട്ടുകൾ സഹായിക്കും. ഇത് വളരെ ഫലപ്രദമായ ഔഷധമാണെങ്കിലും ഇതിൽ പഞ്ചസാരയും തേനും അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹ രോഗികൾ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അതുപോലെ അമിതമായി കഴിക്കുന്നത് ദഹനക്കേടിന് കാരണമായേക്കാം.